ബിസിനസ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഇറ്റ്സ് എ ടഫ് ജോബ്. അതിന് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ എഫക്റ്റ് ചെയ്യും. ഭയങ്കര ഇമോഷണൽ റെഗുലേഷൻ വേണം. പ്രോബ്ലി ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് എവ്രി വൺ ഈസ് നോട്ട് എ ബിസിനസ് മാൻ. 99 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു നിങ്ങളെ ഡിജിറ്റൽ ബിസിനസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പഠിപ്പിക്കാൻ. ഇ-കൊമേഴ്സിൽ ഇത്രയും ട്രാക്ഷൻ വന്നപ്പോൾ ഒരു കാര്യം തീരുമാനമായത്, ഞാൻ ഇ-കൊമേഴ്സിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെയ്ഡ് ആഡ്സിൽ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ 10 ഇരട്ടിയാക്കിയിട്ട് ഡെയിലി സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അതങ്ങോട്ട് കയറി കത്തി. അത് ശരിക്കും വർക്കൗട്ടായി. അന്ന് ഞാൻ റിയലൈസ് ചെയ്യാണ്, നമ്മൾ ആക്ച്വലി ആ വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തത്. ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ഇ-കോം ഷോ തരുന്നത്, ഇ-കോം ഷോയും പ്ലസ് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്, പോരാത്തതിന് കമൻസും വരുന്നുണ്ട്. എവിടെ പോയാലും റെക്കഗ്നീഷൻ, ആൾക്കാർ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ആ ഒരു ഡോപ്പമൈൻ അടിച്ചു തുടങ്ങി. എന്തുകൊണ്ട് ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഘോരം വാദിക്കുന്നു. കേരള എക്കോസിസ്റ്റത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇ-കൊമേഴ്സ് കണ്ടന്റിൽ എന്താണ് ലാക്ക് ചെയ്യുന്നത്? ഇനി ഇതേപോലെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യാതിരിക്കുക? പിന്നെ വന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് മലയാളികൾ ബിസിനസ് ചെയ്യാൻ മടിക്കുന്നു? എല്ലാവരും ഗൾഫിൽ പോവുകയാണ്, അല്ലെങ്കിൽ US പോവുകയാണ്, യൂറോപ്പിൽ പോവുകയാണ്. ഇതൊക്കെ അറിയെങ്കിൽ ഞാൻ ദൈവമാവും. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഗസ്റ്റ് ഒന്നുമില്ല. 99 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു നിങ്ങളെ ഡിജിറ്റൽ ബിസിനസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പഠിപ്പിക്കാൻ. ഇന്ന് 100ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ 100ാമത്തെ എപ്പിസോഡായ സ്ഥിതിക്ക് തന്നെ ഞങ്ങളുടെ സ്റ്റോറി ഇതെങ്ങനെ ഉണ്ടായി എന്നോ, അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നോ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇ-കോം ഷോ ഇവൻസിലടക്കം. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ചാനലിലാണ്. ഈ ഒരു ചാനലിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു, ഈ 99 എപ്പിസോഡിന് ശേഷം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് ഈ സ്റ്റോറി ആക്ച്വലി തുടങ്ങുന്നത്? ഞാൻ 2020 ഒരു ക്ലയൻറ്റിന്, നമുക്കൊരു സോഫ്റ്റ്വെയർ ബിസിനസ് ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യാൻ ഞാൻ ഖത്തർ എന്ന രാജ്യത്ത് പോകുന്നു. അത് പോവാൻ കാരണം, അന്ന് എല്ലാവരും പറഞ്ഞ് എനിക്കറിയാം, കോവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചൈനയിലുണ്ട്, അത് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേഡുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും, പിന്നെ ആ ക്ലയന്റിനെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു ജോലിക്ക് കയറേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം കാരണം ഞാൻ നേരെ ഖത്തറിൽ പോയി ആ ക്ലയന്റിനെ ക്ലോസ് ചെയ്യാനാണ് പോയത്. ഖത്തറിൽ പോയി ആ ക്ലയന്റ് ക്ലോസ് ആയി, കൂട്ടത്തിൽ രാജ്യവും ക്ലോസ് ആയി, ബ്ലോക്കേഡ് വന്നു, ഞാൻ അവിടെ സ്റ്റക്കായി. ആ സ്റ്റക്കായ സമയത്ത് ഞാൻ താമസിക്കുന്നത് എൻ്റെ അമ്മോന്റെ കൂടെയാണ്, കാരൻ ക്യൂർ ഫാർമസി ചെയിനിന്റെ ചെയർമാനായ EP ബാബുവിന്റെ കൂടെ. അപ്പൊ അമ്മോ ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ ഇ-കൊമേഴ്സ് നോക്കാൻ പറ്റുമോ, ERP ഒന്ന് നോക്കാൻ പറ്റുമോ? കാരണം മൂപ്പർക്ക് അറിയുന്ന ഒരു ടെക്കി വീട്ടിലുള്ള ഞാനാണ്. അപ്പൊ ഞാനും അവിടെ ലോക്ക്ഡ് ആയിരുന്നു, ക്ലയന്റിനെ ക്ലോസ് ചെയ്തു, ആ ക്ലയന്റ് നേരിട്ട് പോകട്ടെ, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സോ വേറെ കാര്യങ്ങളും പരിപാടികളൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളെ ഇ-കൊമേഴ്സ് നോക്കാം. പക്ഷെ അതൊരു ഫാർമസി ചെയിനായിരുന്നു. അപ്പൊ എനിക്ക് അന്നേ ഡൗട്ടുള്ളത്, ഈ ഫാർമസി അല്ലെങ്കിൽ മെഡിസിൻ ആളുകൾ ഓൺലൈൻ വാങ്ങിക്കുമോ, എന്തിനു വാങ്ങിക്കണം, ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്തു നോക്കാം. അവർ കുറേ കൊല്ലങ്ങളായി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കാര്യമായിട്ട് ഓർഡറുകളൊന്നും ഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ KPH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, നമ്മളൊരു ടെക് കമ്മ്യൂണിറ്റി ഉണ്ട് കേരളത്തിലെ. ആ KPH ഗ്രൂപ്പിൽ പോയി ചോദിക്കുന്നു, എനിക്ക് ഒരു 8,000 പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 8,000 പ്രൊഡക്ട്സ് എനിക്ക് ഓൺലൈൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ചെയ്യാൻ പറ്റും? അന്ന് എനിക്ക് ആകെ കൂടി അറിയുന്നത്, എനിക്ക് ടെക്ക് അറിയാം, അതായത് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യിപ്പിക്കാനും അറിയാം. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ
ഓർത്ത് പറയുകയാണെങ്കിൽ അന്ന് ഡാറ്റ ഹട്ട് എന്ന കമ്പനി മാനേജ് ചെയ്യുന്ന ടോണി, buymeacoffee.com റൺ ചെയ്യുന്ന ജിജോ, ഇവരൊക്കെ ആണ് ആദ്യം തന്നെ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, ഷോപ്പിഫൈ ചെയ്താൽ മതി, അത് ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് വൂക്കമേഴ്സ് ഉണ്ട്, മെജൻറ്റോ ഉണ്ട്, ഓപ്പൺ കാർട്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് ബിഗ് കമേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. കാരണം ഐ ബിലീവ് ഇൻ ദം. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് അവരെടുത്തിന് മെൻറ്റർഷിപ്പ് എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ ഷോപ്പിഫൈ ഒക്കെ ചോദിച്ചു വെച്ചു, പക്ഷേ അത് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനൊരു കാര്യം ചെയ്തു. ഈ കാരൻക്യൂർ എന്ന കമ്പനീൻ്റെ ഉള്ളിൽ അവരെ വെബ്സൈറ്റിൽ ഗൂഗിൾ അനലിറ്റിക്സ്, ഈ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ട്രാഫിക്, എത്ര ആൾക്കാർ നമ്മളെ വെബ്സൈറ്റ് തുറക്കുന്നു എന്ന് കാണാനുള്ള ഒരു അനലിറ്റിക്സ് ടൂളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ സുഹൈലിനെ വിളിച്ചു, എൻ്റെ കോ-ഫൗണ്ടർ കൂടിയാണ്. അവനെ വിളിച്ചു പറഞ്ഞു, ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ കോഡ് ഇട്, നമുക്ക് എത്ര ട്രാഫിക് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ കോഡ് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഡെയിലി ഒരു 100 ആളെങ്കിലും ഈ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ ചെയ്തത്, ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സമയമെടുക്കും, പക്ഷെ നേരെ പോയി ഒരു വാട്സാപ്പ് ബട്ടൺ ഡിപ്ലോയ് ചെയ്തു. ഈ വാട്സാപ്പ് ബട്ടൺ ഡിപ്ലോയ് ചെയ്യാൻ പ്രോബബ്ലി ഒരു 5-10 മിനിറ്റിൻ്റെ പ്രശ്നമേ ഉള്ളൂ. കോഡ് ബേസിലേക്ക് ആക്സസ് എടുക്കുക, ആ കോഡ്, ചെറിയൊരു കോഡിൻ്റെ അത് പേസ്റ്റ് ചെയ്ത് വാട്സാപ്പ് ബട്ടൺ ഡിപ്ലോയ് ചെയ്യാം. എന്നിട്ട് അമ്മോനെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു ഡെലിവറി ബോയിനെ വേണം. അമ്മോൻ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ റീറ്റെയിൽ മാനേജറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ മാനേജർ ഓൾറെഡി അങ്ങനെയായിരുന്നു സംഭവിച്ചത്. ഡെലിവറി ബോയിനെ വേണമെന്നല്ല പറഞ്ഞത്, എനിക്ക് ഡെലിവറിക്ക് ഒരാൾ വേണം. അപ്പോൾ റീറ്റെയിൽ മാനേജർ നമുക്ക് ഓൾറെഡി ഡെലിവറിക്ക് പോണ ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്, അവനെ തന്നെ യൂസ് ചെയ്യാം. ഡേ 1 തൊട്ടിട്ട് ഞങ്ങൾക്ക് ഓർഡേഴ്സാണ്. അതായത് കസ്റ്റമേഴ്സ് വെബ്സൈറ്റിൽ വരുന്നു, വെബ്സൈറ്റിലൊരു വാട്സാപ്പ് ബട്ടൺ കാണുന്നു, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ആവുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ഡേ 1 തൊട്ടിട്ട് തന്നെ 5-6 ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. മീൻ വൈൽ ലോക്ക്ഡൗൺ കനക്കുന്നു, കൂടുതൽ ആൾക്കാർ ഓൺലൈനിലേക്ക് എത്തുന്നു. ഒരു 2-3 ആഴ്ച കൊണ്ട് ഞാൻ ഷോപ്പിഫൈ ഒക്കെ പഠിച്ച് അവർ വെബ്സൈറ്റും ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഷോപ്പിഫൈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ഷോപ്പിഫൈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പം ഒന്നും കൂടി ഓർഡേഴ്സ് കൂടി. കാരണം ആ മാർക്കറ്റിലുള്ളവർക്ക് വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി അറിയാമായിരുന്നു. ഓർഡേഴ്സ് കൂടിയപ്പം കോവിഡിൻ്റെ സമയമാണ്. നമുക്ക് ഒരു സൈഡിൽ എൻ്റെ സ്വന്തം ക്ലയൻ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ, അത് ഓട്ടോമാറ്റിക്കലി ഞാൻ റൺ ചെയ്യുന്ന എൻ്റെ കോ-ഫൗണ്ടർ മാനേജ് ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങൾ. ഓർഡേഴ്സ് കൂടിയപ്പോൾ നമുക്ക് ഡ്രൈവർമാരില്ല. കാരണം എന്താ, ബ്ലോക്കേഡാണ്, പുതിയ ആൾക്കാർ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തത്, എൻ്റെ അടുത്ത് അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഞാനും ഡെലിവറിക്ക് ഇറങ്ങി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡെലിവറി എങ്ങനെയാണ് നടക്കണമെന്നും പഠിച്ചു. നമ്മൾ ഓർഡേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ചാറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ചിലപ്പം ഡെലിവറിക്കും പോവും, ടീമിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പറേഷൻസിനാണ് നമുക്ക് ഫസ്റ്റ് ടീം മെമ്പർ ആവശ്യമുള്ളത്. കാരണം ഓർഡേഴ്സ് വരുന്നു, ആ ഓർഡേഴ്സ് ആരെങ്കിലും പ്രോസസ്സ് ചെയ്യണം. ഓർഡേഴ്സ് വരുത്തുമ്പോൾ നമുക്ക് ഈ ചാറ്റ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും തൽക്കാലം എൻ്റെ അടുത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല. സോ അത് രണ്ടും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഏജൻസീനെ ഹയർ ചെയ്തു, SEOക്ക് വേണ്ടി ഒരു ഏജൻസീനെ ഹയർ ചെയ്തു, പെർഫോമൻസ് മാർക്കറ്റിംഗിന് ഒരു ഏജൻസീനെ ഹയർ ചെയ്തു, കണ്ടൻറ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഏജൻസീനെ ഹയർ ചെയ്തു. ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് അപ്പുറത്ത് ചെയ്തിട്ട് അത് മാസം ഇങ്ങനെ റവന്യൂ വന്നുകൊണ്ടിരിക്കണം. അതൊരു ഓട്ടോ പൈലറ്റ് മോഡലാണ്. രണ്ടാമത്തത് ഞാൻ ഇവിടെ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇ-കൊമേഴ്സും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി ചെയ്തോന്നല്ല, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ ചെയ്തപ്പം കച്ചവടം വരുന്നുണ്ട്. കച്ചവടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പല ആൾക്കാരായിട്ട് അലൈനായി. പ്ലസ് ഈ ഷോപ്പിഫൈൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പുകൾക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പല ആപ്പുകളും നമുക്ക് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആദ്യം വേണ്ടി വരുന്ന ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് കസ്റ്റമേഴ്സ് നമ്മളെ വെബ്സൈറ്റിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ 100 ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എനിക്കൊന്ന് 4 പേരൊക്കെ ഇരുന്ന് പർച്ചേസ് ചെയ്യാം, എങ്ങനെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ടൂൾസ് ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങൾ കാണുന്നു. അപ്പോൾ ആ ആപ്പ് അതിന് ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ആ ചാറ്റ് ഏജൻറ്റിനോടല്ല സംസാരിക്കുക, അതിൻ്റെ ഫൗണ്ടറായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 5-10 ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തു. ഈ 5-10 ആപ്സിൻ്റെ ഫൗണ്ടേഴ്സും എൻ്റെ ഫ്രണ്ട്സായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെക്കിയാണ്. സോ അവർക്ക് അതെങ്ങനെ ചെയ്താൽ കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാം എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നു. മീൻ വൈൽ എനിക്കിപ്പോഴും ഉറപ്പില്ല ഞാൻ എങ്ങോട്ടേക്കാണ് പോണത്. ഞാൻ വിചാരിച്ചിരുന്നത് ആ സാസ് നമ്മളെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടൂൾ തന്നെയാണ്. കാരണം അതായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു നല്ലൊരു ബിസിനസ് മോഡൽ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റേ സൈഡിൽ ഇ-കൊമേഴ്സ് വരുന്നുണ്ട്.
മീൻവൈൽ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം കുറേ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ലോക്ക്ഡൗണിലാണല്ലേ, അതുകൊണ്ട് അതിങ്ങനെ ഒരു ക്ലയൻ്റ് ഉണ്ട്, അതിങ്ങനെ റവന്യൂ വന്നോളൂ. പക്ഷേ അതിൻ്റെ ഒരു 3 ഇരട്ടി റവന്യൂ ഈ ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ വരാൻ തുടങ്ങി. അപ്പം ഈ സോഫ്റ്റ്വെയർ ബിസിനസ് ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. ഇ-കൊമേഴ്സ് ബിസിനസ് തന്നെയാണെങ്കിൽ ചെയ്യേണ്ടത് ഉറപ്പില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാം. അതായത് നാളെ എനിക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക്ഡിനിൽ അത്യാവശ്യം കണ്ടൻറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാവും. അത് തന്നെയാണ് എൻ്റെ റെസ്യൂം എന്നുള്ള തിയറി അന്ന് 2020 എൻ്റെ അടുത്തുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചതും അതിൽ വന്ന ചലഞ്ചസും അതിന് കണ്ട സൊല്യൂഷൻസും ഒക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് പോസ്റ്റുകളായിട്ട് ലിങ്ക്ഡിനിലിടാൻ തുടങ്ങി. മീൻവൈൽ ഒരു സൈഡിൽ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ലിങ്ക്ഡിനിൽ കണ്ടൻറ്റ് പോകുന്നുണ്ട്, നമ്മളെ സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ കസ്റ്റമർ അവിടെ തന്നെ ഉണ്ട്, ദേ ആർ ഓൾസോ ഹാപ്പി. അങ്ങനെ ഒരു 10 മാസം അങ്ങനെ പോയി. അപ്പോഴത്തേക്കും നമ്മൾ 2 ഏജൻസികളെ ഹയർ ചെയ്തു. ഒരു 10ഓളം ആൾക്കാരെ നമ്മൾ കാരൻ ക്യൂറിന് വേണ്ടിയിട്ട് മാത്രം ഇൻഹൗസ് ഹയർ ചെയ്തു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ലിങ്ക്ഡിനിൽ കണ്ടൻറ്റ് എഴുതുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അസോസിയേറ്റ് ചെയ്തൊരു ഏജൻസി ഉണ്ട്, ഹാരിസൺ കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാരിസൺ കോൻ്റെ ഹാരിസ് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഷാനെ പിന്നെ നിങ്ങൾ ഇ-കൊമേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അവരെ ആക്ച്വലി കാരൻ ക്യൂറിന് ഹയർ ചെയ്ത് കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഹാരിസ് പറഞ്ഞു, എനിക്കൊന്ന് ആദ്യത്തെ 3 മാസത്തിൻ്റെ ഇടയിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. ഹാരിസ് വിളിച്ചു പറഞ്ഞു, ഐ നീഡ് യുവർ ഹെൽപ്പ്. സാധാരണ ക്ലയൻസിനോട് ഹെൽപ്പ് ചോദിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു നല്ലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ക്യാൻ യു ഹെൽപ്പ് മീ ഡു ഇ-കൊമേഴ്സ് ഫോർ അനദർ ക്ലയൻറ്റ്? അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അവരെ കൂടുതൽ അച്ചീവ് ചെയ്യാൻ സഹായിക്കുക. ഞാൻ ഒറ്റയടിക്ക് യെസ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ക്ലയൻറ്റ് bluetiger.com ആണ്. ബ്ലൂടൈഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VKC വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫുട്വെയർ മാനുഫാക്ചറേഴ്സ് ഇൻ കേരളയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലുതാണോ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്. അവർ തന്നെയാണ് വോക്കറു, ഈ അജയ് ദേവ്ഗണും അമീർ ഖാനും ഒക്കെ അമിതാഭ് ബച്ചനും ഒക്കെ ബ്രാൻഡ് അംബാസഡർ സൈറ്റിലെ വോക്കറു. അങ്ങനെ പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് 2021 അപ്പോഴത്തേക്കും 2021 ഞാൻ ചോദിച്ചു നിങ്ങൾ പെയ്ഡ് ആഡ്സ് ചെയ്യുന്നു. അപ്പോൾ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ ചെറിയ രീതിയിലാണ് പെയ്ഡ് ആഡ്സ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇന്നത്തെ കാര്യം ഡിഫറെൻ്റ് ആണ്. അന്ന് പെയ്ഡ് ആഡ്സ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബ്ലി ഓർഡേഴ്സ് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെയ്ഡ് ആഡ്സിൽ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ 10 ഇരട്ടിയാക്കിയിട്ട് ഡെയിലി സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. 10 ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കുക, അത് പെട്ടെന്ന് ആർക്കും ദഹിക്കില്ല. എനിക്ക് തോന്നുന്നത് അവരന്ന് 1000 rupees പെർ ഡേ ആയിരുന്നു സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മേക്ക് ഇറ്റ് 10,000. അപ്പോൾ ഒറ്റയടിക്ക് എന്തായാലും അവർ സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ അഗെയിൻ ഐ ടോൾഡ് ദം, എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് ഓക്കെ. അവർ കൺവിൻസ്ഡ് ആവുന്നില്ല, കാരണം അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ അത് ചെറിയ കാര്യമല്ല, അവർക്ക് 2 പേർക്കും പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഒരാഴ്ച നിങ്ങൾ സ്പെൻഡിന് അത് കാശ് പോയാൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയ സമയത്ത്, കാരണം ആ സമയത്ത് തന്നെ ഞാൻ ലക്ഷങ്ങൾക്ക് ആഡ്സ് ചെയ്ത് കാരൻ ക്യൂറിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ടേക്ക് ഓഫ് ചെയ്ത് ദാറ്റ് വർക്ക്ഡ് വെരി വെൽ. മീൻ വൈൽ കൊല്ലങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കാരൻ ക്യൂർ സ്കെയിലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരൻ ക്യൂർ എനിക്ക് തോന്നുന്നത് 2024 ആയപ്പോൾ 2023 ആയപ്പോഴത്തേക്കും 20 കൂടുതൽ ആൾക്കാരായി ടീമിൽ. ഏജൻസി സ്റ്റിൽ ഓൺ ബോർഡ്, ബാക്ക് ഓഫീസ് ടീമുമായി. അങ്ങനെ നമ്മൾ കാരൻ ക്യൂറിൻ്റെ ഇ-കൊമേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അത് വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇ-കൊമേഴ്സിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ കോഫൗണ്ടറോട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷോപ്പിഫൈയിൽ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്, അതിനകത്ത് 10,000-12,000 ആപ്പ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 10,000 ആപ്പ് ഇട്ടേ, 10,000+ ആപ്പായിരുന്നു. ഇപ്പം 15,000+ ആപ്സ് ഉണ്ടാവും, മേ ബി 20,000+ ആയിട്ടുണ്ടാവും. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷോപ്പിഫൈയിൽ ആപ്പ് ഉണ്ടാക്കാം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ആ ക്ലയൻറ്റിനുള്ള ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് അതിന് ആപ്പ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്കൊരു പ്രോബ്ലത്തിൽ എത്താനും പറ്റി. ഈ ഷോപ്പിഫൈ മാത്രമല്ല, ഏത് വെബ്സൈറ്റിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ കൊണ്ടുവന്നു, പെട്ടെന്ന് ആ വെബ്സൈറ്റ് ലോഡ് ആയിട്ടില്ലെങ്കിൽ ആ കസ്റ്റമർ ഇറങ്ങിപ്പോവും അല്ലേ. കാരണം ആ വെബ്സൈറ്റ് കിട്ടില്ല. നമുക്കൊന്നും ഇപ്പം എല്ലാ ആൾക്കാർക്കൊന്നും തീരെ ക്ഷമല്ല. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ
നമുക്ക് കൂടുതൽ ബിസിനസ് ക്യാരൻക്യൂറിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളത് കണ്ടുപിടിച്ചു, ഞങ്ങളത് ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കി സൈഡ് ബൈ സൈഡ്. ആ ആപ്പ് തന്നെ നമ്മൾ ഒരു 10-30 സ്റ്റോറുകൾക്ക് അത് ഇറങ്ങി ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് റവന്യൂ ജനറേറ്റ് ചെയ്യാം. ഒരു 10-30 ഓൺലൈൻ സ്റ്റോഴ്സിന് നമ്മൾ ആ ആപ്പ് വിറ്റു. അപ്പോൾ നമ്മൾ എഗെയിൻ അവിടെ ഞാനൊരു സോഫ്റ്റ്വെയർ ബിസിനസ് നിർത്തി. ഞാൻ എൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റിൽ പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ജോലിയൊന്നും വേണ്ട തീരുമാനം. കാരണം എനിക്ക് കൊമേഴ്സിൽ ഇത്രയും ട്രാക്ഷൻ വന്നപ്പോൾ ഒരു കാര്യം തീരുമാനമായത്, ഞാൻ കൊമേഴ്സിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ കണ്ടന്റ് ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളൊരു ആപ്പ് ബിസിനസ്സായി നമ്മൾ കൊമേഴ്സ് ക്യാരൻക്യൂറിന് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻ്റെ അടുത്ത് ഒരു ഇൻറ്റേൺ വന്നു, റാഷിദ് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ ജോലി ചോദിച്ചു വന്നതാണ്. കാരണം സാസ്, അതായത് എനിക്കൊന്ന് ഹാരിസ് തന്നെയാണ്. ഹാരിസ് പറഞ്ഞു, എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്, അവൻ സാസ് പഠിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, സാസ് ആണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ബിസിനസ്. മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സർവീസിനാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതായത് സാസ് ബിസിനസ് എന്ന് പറയുക. അപ്പോൾ അവന് സാസ് ആണ് പഠിക്കേണ്ടത്. പക്ഷേ സാസ് എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ബേസിക് കൊടുക്കുന്നുണ്ട് നമ്മളെ കോഴ്സിൽ, ഹാരിസൺ കോ അക്കാഡമിയിൽ കോഴ്സിലൊരു ബേസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്കും അറിയില്ല, നമ്മളെ മെൻറ്റേഴ്സിനും അറിയില്ല. ക്യാൻ യു ഹെൽപ്പ്? എഗെയിൻ ഹാരിസ് പണ്ട് ബ്ലൂടേക്കയിൽ വന്ന പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവനെ വിട്. അപ്പോൾ അവനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഉള്ള വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കസ്റ്റമർ സർവീസും കുറച്ച് കോഡിങ് അറിയാൻ. എൻ്റെ കോഫൗണ്ടറോട് ചോദിച്ചു. കോഫൗണ്ടർ പറഞ്ഞു നമുക്ക് വേണ്ടതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഇവനാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ല. പക്ഷേ ഞാൻ എന്തിരുന്നാലും ഞാൻ പറഞ്ഞു നിനക്ക് പഠിക്കാൻ പറ്റും. ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു നിനക്ക് പഠിക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു യെസ് ഐ ക്യാൻ. അങ്ങനെ അവൻ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മളെ സൈഡ് ബിസിനസ്, അതായത് ഞാൻ മെയിനായിട്ട് ഈ ഒരു ക്യാരൻക്യൂറിൻ്റെ കൊമേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. നമ്മളെ സൈഡ് ബിസിനസ്സായ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുന്ന ആപ്പ്, അതിന് സ്വിഷ് എന്നായിരുന്നു പേര്. അപ്പോൾ അവിടെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയിട്ട് കയറി. സോ ഹി ആൾസോ ലേൺഡ് ഓൺ ഹൗ ദ ബിസിനസ് വർക്ക്. അപ്പോൾ അവൻ വന്നു നമ്മളെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയിട്ട് കയറി. ഒരു 6 മാസത്തോളം അവൻ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അവനെല്ലാം സ്റ്റൈപ്പൻ്റൊക്കെ റിലീസ് ചെയ്യുന്നത് നമ്മളെ ആപ്പ് ബിസിനസ്സിന്. കുറച്ച് കഴിയുമ്പോൾ അവൻ പറഞ്ഞു നമുക്ക് കണ്ടൻറ്റ് ചെയ്താലോ. അപ്പോൾ അവന് യെസ് അല്ല, ഞാൻ യെസ് പറഞ്ഞിട്ടില്ല. അവൻ്റെ പിന്നാലെ നടന്നു, ഷാനിന് കണ്ടൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ അതന്നെ. അതായത് നമുക്ക് അവിടെ ഒരു 10-30 സ്റ്റോറായി, പിന്നെ അങ്ങോട്ട് അത് വളരുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ട്രൈ ടു ബ്രിങ് മോർ സ്റ്റോഴ്സ് ടു. അപ്പോൾ അവൻ കുറേ പിന്നെ റിസർച്ച് ചെയ്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ടൻറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ ഒരു 1-2 ആഴ്ച എൻ്റെ പിന്നാലെ നടന്നു. അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്, കണ്ടൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഷോപ്പിഫൈ സ്റ്റോഴ്സ് 90-95% ഷോപ്പിഫൈ സ്റ്റോഴ്സ് ഇപ്പോഴും ഉള്ളത് അമേരിക്കയിലാണ്. ബാക്കിയുള്ളതൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും അത്രയും സ്റ്റോഴ്സ് ഇല്ല. സോ അമേരിക്കയിലാണ് നമുക്ക് വിൽക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് കണ്ടൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നാളെ കണ്ടൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി അവൻ വീണ്ടും വിളിച്ചു. അവൻ പറഞ്ഞ് പിന്നെ ഓക്കെ പക്ഷേ ഇതൊക്കെ റെഡിയാണ്, സാധനങ്ങളൊക്കെ റെഡിയാണ്, ക്യാമറ ഇതൊക്കെ റെഡിയാണ്, പക്ഷേ എനിക്ക് എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നീ എന്ത് കണ്ടിട്ടാണ് കണ്ടൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പോൾ അവൻ പറഞ്ഞു കണ്ടൻറ്റ് ചെയ്യാം, പക്ഷേ എന്തെന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അത് കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ US ആൾക്കാർ കാണും. അപ്പോൾ ആൾക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെയിൽസ് വരും എന്നുള്ളതാണ് നമ്മളെ തിയറി. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞു, ഓക്കെ ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ ഞാൻ കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് ലിങ്ക്ഡിനിൽ എഴുതുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, അതെടുത്ത് നീ വായിക്കും, എന്നിട്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കും. അങ്ങനെ അവനതെടുത്ത് വായിച്ച് അവന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ അടുത്ത ദിവസം തൊട്ടിട്ട് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങി. അത് ഇൻസ്റ്റാഗ്രാമിലിട്ടു. അത് ബേസിക്കലി നമുക്ക് അമേരിക്കയിലെ കസ്റ്റമേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇംഗ്ലീഷിലാണ് കണ്ടൻറ്റ് ചെയ്തത്. ദിസ് ഇസ് ഷോപ്പിഫൈ സ്റ്റോർ ഓർഡർ, യു ഷുഡ് ഓൺലി ഇൻസ്റ്റാൾ ആപ്സ്. ഇംഗ്ലീഷിൽ കണ്ടൻറ്റ് ചെയ്ത് അപ്പോൾ നമുക്കൊരു 500 തൊട്ട് 1000 വ്യൂസ് വരെയൊക്കെയാണ് ആവറേജ് വരുന്നത്. മീൻ വൈൽ ഞാൻ ഈ സ്ഥിരമായിട്ട് ലിങ്ക്ഡിനിൽ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പ്ലസ് ഞാൻ ബ്ലൂടേക്കിനെ ഹെൽപ്പ് ചെയ്തു, എനിക്ക് കൂടുതൽ കൺസൾട്ടേഷൻസ് വന്നു തുടങ്ങി. അതായത് ഞങ്ങൾക്ക് കൊമേഴ്സ് ചെയ്യണം, മറ്റൊരു കൊമേഴ്സ് ചെയ്യണം, പല ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി. എനിക്ക് പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ടൈമില്ല. ഇതെന്തൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുക 24 മണിക്കൂറിൽ. അപ്പോൾ അങ്ങനെ അത് സ്ഥിരമായപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഇനിയില്ല കൺസൾട്ടേഷൻ മീറ്റിങ്സ് ഓൺലൈനിലിടാം, യൂട്യൂബിലിടാം റെക്കോർഡ് ചെയ്തിട്ട്. എന്നാൽ ഇനി വരുന്ന കോൾസിനൊക്കെ നിങ്ങൾ അത് പോയി കണ്ടോ, ആ വീഡിയോ പോയി കണ്ടോ എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ആണ് ശരിക്കും കോം ഷോ തുടങ്ങുന്നത്. ഞാൻ എഗെയിൻ നിഹാലുമായിട്ടുള്ളൊരു ബ്രെയിൻ സ്റ്റോമിങ് മീറ്റിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു.
യൂട്യൂബിലിടുന്നു. അത് മലയാളത്തിലാണ്. കാരണം എൻ്റെ ഉദ്ദേശം മാക്സിമം നാട്ടുകാരെ ഹെൽപ്പ് ചെയ്യാന്നില്ല. ആൾക്കാർക്കാണോ ഓൺലൈൻ പഠിക്കേണ്ടത്, ഇ കൊമേഴ്സ് പഠിക്കേണ്ടത്, ഈ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത് അങ്ങോട്ട് കയറി കത്തി. അത് ശരിക്കും വർക്കൗട്ടായി. അത് വർക്കൗട്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് കൊള്ളാം. പക്ഷെ ഞാൻ ഡേ 1 തൊട്ട് പറയും നമ്മൾ കണ്ടൻറ് ആക്ച്വലി ചെയ്യേണ്ട മലയാളത്തിലാണ്. പക്ഷേ നമുക്ക് അമേരിക്കയിലാണല്ലോ വിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ, മലയാളത്തിൽ ചെയ്ത് ആര് കേൾക്കാൻ പോകാൻ. എനിവേസ് ഇതായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഫുൾ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഹരം തോന്നി. കാരണം അത്രയും കൂടുതൽ ഫീഡ്ബാക്കുകളൊക്കെ വരാൻ തുടങ്ങി കമൻസ് ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി മലയാളത്തിൽ തന്നെ എൻ്റെ പേഴ്സണൽ കണ്ടൻറ്റ് മലയാളത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വിഷ് എന്ത് ചെയ്യും, വേറെ സ്വിഷൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സാധനം എന്തോ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു പാഷനേറ്റായി ചെയ്യാൻ തോന്നുന്നൊരു സാധനം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കച്ചവടമൊക്കെ ആക്കട്ടെ. ഇപ്പോൾ ക്യാരൻക്യോറിന് റവന്യൂ ഉണ്ട്, പ്ലസ് സ്വിഷിൻ്റെ റവന്യൂ ഉണ്ട്. വിൽ ലിവ് വിത്ത് ദാറ്റ് ആൻഡ് വിൽ സി. സ്വിഷ് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. പക്ഷേ എവിടെയാണോ ട്രാക്ഷൻ ഉള്ളത് അവിടെ കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാ കണ്ടൻറ്റും മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്തു. നൗ ഒരു 2-3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ഈ സാധനത്തിനാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുക. അതുവരെ നമ്മൾ മീറ്റിങ്സ് റെക്കോർഡ് ചെയ്യുന്നു, ഓൺലൈനിലിടുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൽ ഒരാളും കൂടി കയറി, നാജി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഒരു 3-4 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എന്ന് തോന്നുന്നു നാജി കയറിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ഇനി വാട്സാപ്പിലുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ ദിവസം കൊണ്ട് 500 ആൾക്കാർ കയറി. അപ്പോൾ നമ്മളെ കമ്പനിയിൽ നമ്മളൊരു റൂള് ചെയ്തിരുന്നു, ആർക്കും എന്തും ചെയ്യാം, അപ്രൂവലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവൻ എന്ത് ചെയ്തു, അപ്രൂവൽ എടുക്കാണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അവൻ അടുത്ത ദിവസമായിട്ട് എന്നോട് പറയുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഭയങ്കര ഫ്യൂരിയസ് ആയി. കാരണം എന്താ, എനിക്ക് ഓൾറെഡി ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നില്ല, കൺസൾട്ടേഷൻസ് കൊടുക്കാൻ. അത് ഒഴിവാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ മീറ്റിങ്സ് റെക്കോർഡ് ചെയ്ത് ഈ യൂട്യൂബ് ചാനലിലിട്ട്. ഈ യൂട്യൂബ് ചാനൽ ഇടുകയും പോരാത്ത വാട്സാപ്പ് ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് എൻക്വയറീസ് ഓൾറെഡി കൂടിയേ. അതായത് ഞാനിത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങി എൻക്വയറീസ് കൂടി. ആൾക്കാരൊക്കെ എൻ്റെ നമ്പർ കണ്ടിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി, ഇമെയിലുകളും അയക്കാൻ തുടങ്ങി. പല സ്ഥലത്ത് ഞാൻ ഇമെയിലാണ് കൊടുക്കില്ല, അപ്പോൾ ഇമെയിലുകളും അയക്കാൻ തുടങ്ങി. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയി. ഞാൻ ചോദിച്ചു നീ എന്ത് കണ്ടിട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി? ഞാൻ ഓൾറെഡി ക്യാരൻക്യൂറിൽ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്ലസ് സൈഡ് ബിസിനസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടാതെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ മാനേജ് ചെയ്യണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കയറൂല. അങ്ങനെ അതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ കൂടുതൽ ആൾക്കാരെടുക്കണത് നിർത്തി. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് തോന്നി നമ്മളെ പേരിൽ ഇ-കോം ഷോൻ്റെ പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒന്നെങ്കിൽ നമ്മളത് നടത്തണം അല്ലെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഷട്ട് ഡൗൺ ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിനുള്ളിൽ നിന്ന് കയറി നോക്കണം എന്താണ് സംഭവം. അപ്പോൾ ഞാൻ ആഴ്ച എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ല, അതിങ്ങനെ ആൾക്കാർ കയറിയിട്ടുണ്ട് പക്ഷേ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കയറി നോക്കട്ടെ, ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാം. അങ്ങനെ ഞാൻ കയറിയപ്പോൾ ആ ഗ്രൂപ്പിൽ എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ടായതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കയറിയപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചു. ആ ഡൗട്ട്സ് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫോർ ദം. ആ ഡൗട്ട്സുകൾ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ 2-3 ആഴ്ച പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻസ് വരും, ബാക്കിയുള്ളവരും ക്ലിയർ ചെയ്യാൻ തുടങ്ങി. അന്ന് ഞാൻ റിയലൈസ് ചെയ്യാണ് നമ്മൾ ആക്ച്വലി ആ വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ അവയർനെസ് ബിൽഡ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നല്ലോണം അവെയറായ ആൾക്കാർ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പ് വന്നപ്പോൾ ഇത് ബാക്കിയുള്ളവരും അതിനകത്ത് റിപ്ലൈ ആണ്. അതായത് അതിൻ്റെ അകത്ത് സ്റ്റോർ ഓണേഴ്സ് ഉണ്ട്, മാർക്കറ്റേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മളൊരു പ്ലാറ്റ്ഫോം ഇ-കൊമേഴ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരുമിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇത് വലിയൊരു സംഭവമായി മാറുകയാണ്. അതിൻ്റെ അകത്ത് തന്നെ പലർക്കും ബിസിനസ്സുകൾ കൂട്ടാൻ പറ്റുന്നു, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ്. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായതിന് അങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നു, പല ആൾക്കാരെ പ്രോബ്ലം സോൾവ് ആകും. ചിലർ സ്റ്റോർ ഉണ്ടാക്കി കൊടുക്കുന്നു, ചിലർ സ്റ്റോർ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നു, ചിലർ സ്റ്റോറിൻ്റെ ഓപ്പറേഷൻസ് ചെയ്ത് കൊടുക്കുന്നു, ചിലർ ആ സ്റ്റോറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓക്കെ അപ്പോഴത്തേക്ക് ഞാൻ ഒരു യൂട്യൂബിൻ്റെ കോഴ്സ് എടുത്തു, അങ്കൂർ വാരിക്കുൻ എടുത്തു. അപ്പോൾ അതിൻ്റെ അത് ഞാൻ പഠിച്ചത്
നമ്മൾ എന്ത് സാധനം ചെയ്യണം, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എല്ലാ ആഴ്ചയും നമ്മളെ പോഡ്കാസ്റ്റുകൾ റിലീസാണ്, അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനിടക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ സേവിങ്സിൽ നിന്നാണ് ഈ ഒരു ഇ-കോം ഷോ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം, ഇത് എവിടെന്നെങ്കിലും കാശ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യാണ്. പക്ഷേ ഭയങ്കര പാഷൻ കാരണം, ഭയങ്കര ഹരം കാരണം, കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ആ രസം പിടിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോവാണ്. പക്ഷേ ഒരു സൈഡിൽ ഐ എം ബേണിങ് മണി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് എവിടെന്നെങ്കിലും ഇതിന് റവന്യൂ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് അപ്പോഴത്തേക്ക് നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസ നമുക്ക് കിട്ടുള്ളൂ. അതൊന്നും വെച്ച് നമുക്കിത് റൺ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി കസിനോടാണ് ഇങ്ങനത്തെ ഐഡിയാസ് പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ കസിൻ പറഞ്ഞു നിനക്ക് പ്രാന്താ, നീ പറയുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്യാം. വാട്സാപ്പ് ഗ്രൂപ്പ് അതും വൺ ടൈം അല്ല, മന്ത്ലി നിനക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുന്നതിന് കാശ് തരണമെന്നാണ് ഈ പറയുന്നത്. ഇതൊന്നും നടക്കുന്ന കേസല്ല, പോയി വേറെ പണിക്കു പോയിക്കോ പറഞ്ഞു. അപ്പോൾ എനിവേസ് ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ ഇറ്റ് ഈസ് ഫൈൻ, ഇത് നമ്മളിതൊന്നും ചെയ്ത് നോക്കി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ ഇത് നടന്നാൽ അത് ഹിസ്റ്ററി ആവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് എങ്ങനെ മോണിറ്റൈസ് ചെയ്യും, ഇത് മാസം കാശ് ഓരോരുത്തരും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. വി ഫൗണ്ട് എ ടൂൾ ഫോർ ദാറ്റ്. ആ ടൂൾ വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാസം റിക്കറിങ് ചാർജ്. നമ്മളിപ്പം മന്ത്ലി പല ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഹോട്ട്സ്റ്റാർ, ഡിസ്നി, ആമസോൺ പ്രൈമിനൊക്കെ മന്ത്ലി നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ നമുക്കും ചെയ്യുന്നൊരു ഫീച്ചർ നമ്മളുണ്ടാക്കി ഒരു ടൂൾ അന്വേഷിച്ച് അത് വെച്ചത് ഡിപ്ലോയ് ചെയ്തു. ആദ്യം ഞങ്ങൾ ചെയ്തത് 99 റുപ്പീസ് പെർ മന്ത്, ഇറ്റ് വർക്ക്ഡ്. പിന്നെ നമ്മൾ ഗ്രാജ്വലി 199 പെർ മന്ത് ആക്കി നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവിടുന്ന് മോണിറ്റൈസേഷൻ വന്നു. സോ സ്റ്റിൽ ഞാൻ ഈ കാരൻ ക്യൂറിൻ്റെ കൺസൾട്ടൻ്റ് എന്നുള്ള പദവി എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ, അവിടെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് വളർന്ന് നമ്മൾ ഒരു കൊല്ലത്തോളം ചെയ്തു. മീൻവെയിൽ നമുക്ക് സ്പോൺസേഴ്സിനെയും കിട്ടി. പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ നമ്മളെ നെറ്റ്വർക്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സോ അല്ലെങ്കിൽ എനിക്ക് അത്രയും ഉറപ്പായിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞാൽ, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏജൻസിയെ യൂസ് ചെയ്യുന്നത് ഇവർ അടിപൊളിയാണ്, ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോൺസേഴ്സിന് ആഡ് ചെയ്തു. പക്ഷേ എനിക്ക് പോയിട്ട് കഴുത്തിന് പിടിക്കാൻ പറ്റുന്ന സ്പോൺസേഴ്സ് ആയിരിക്കണം. കാരണം നാളെ ആ സ്പോൺസേഴ്സിന് നമ്മൾ കാരണം ഒരു കച്ചവടം കിട്ടുകയാണ്. ആ കച്ചവടം കിട്ടിയിട്ട് ആ ക്ലയൻറ്റിന് അത് നേർക്ക് നടന്നിട്ടില്ലെങ്കിൽ പേര് ചീത്താവണമായിരുന്നാ നമ്മൾ തന്നെയാണ്. സോ ഐ വാസ് വെരി പർട്ടിക്കുലർ ദാറ്റ് വി വിൽ ഓൺലി ആഡ് സ്പോൺസേഴ്സ് ഹൂ ക്യാൻ ആക്ച്വലി ഗെറ്റ് ദ ജോബ് ഡൺ. അപ്പോൾ കുറേ സ്പോൺസേഴ്സ് നമ്മളെ തന്നെ ഗ്രൂപ്പിലുണ്ട്. എല്ലാ സ്പോൺസേഴ്സും നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ അവരോട് ചോദിക്കുന്നു, അവർ പക്ഷേ നോ പ്രോബ്ലം, വി വിൽ സപ്പോർട്ട് യു. അങ്ങനെ അതും എക്സിക്യൂട്ടീവ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടീമിൽ 4-5 പേരായി. ആ 4-5 പേരെ സസ്റ്റെയിൻ ചെയ്യാനുള്ള റവന്യൂ നമുക്കായി. പക്ഷേ എന്നാലും എനിക്കിപ്പോഴും വരാനുള്ള റവന്യൂ ഇല്ല. ഞാൻ വന്ന് ഫുൾ ടൈം ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പുതിയ റവന്യൂ മോഡൽസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. റവന്യൂ കൂട്ടാം, ആരെങ്കിലും ഒന്ന് വിൽക്കണമല്ലോ. എനിവേസ് ഞാൻ ആ കോൾ എടുത്തു. ഞാൻ അമ്മോനോട് പോയി പറഞ്ഞു എനിക്ക് കാരൻ ക്യൂറിന് ഇറങ്ങിയാലേ ഞാൻ അതൊക്കെ പറഞ്ഞു. ഞാൻ സൈഡ് ബൈ സൈഡ് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. ബിസിനസ്സല്ല, ഞാനൊരു ഏർപ്പാട് തുടങ്ങിയിരുന്നു. ആ ഏർപ്പാട് ഇപ്പോൾ അത്യാവശ്യം ഒരു 4 പേരെ തീറ്റിപ്പോയിട്ടുണ്ട്, 3-4 പേരെ തീറ്റിപ്പോയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഈ കൊല്ലം 2023 ലാസ്റ്റിലാണ്, അല്ല 2024 ലാസ്റ്റിലാണ് ഞാൻ ഫുൾ ടൈം ഇ-കോം ഷോയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2025 ഒന്ന് ട്രയൽ അടിച്ചാൽ കൊള്ളാം, ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതിനൊരു ആവശ്യകത നമ്മുടെ നാട്ടിലുണ്ട്. ആൻഡ് ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ഇ-കോം ഷോ തരുന്നത്, ഇ-കോം ഷോയും പ്ലസ് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്, പോരാത്തതിന് കമൻസും വരുന്നുണ്ട്, എവിടെ പോയാലും റെക്കഗ്നീഷൻ, ആൾക്കാർ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ആ ഒരു ഡോപ്പമൈൻ അടിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് 2025 ഒന്ന് ട്രൈ ചെയ്യണം. ദർ ഈസ് സംതിങ് ഇൻ ദിസ്. ഐ വോണ്ട് ടു ടേക്ക് എ ലീവ് ഫ്രം കാരൻ ക്യൂർ. അപ്പം അമ്മ പറഞ്ഞു അതെങ്ങനെ നടക്കും, അത് നടക്കില്ലല്ലോ, കാരണം എൻ്റെ അടുത്താണ് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്, എനിക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയുള്ളൂ, ഇനി ഒരാളെ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ എനിവേസ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു സത്യം പറയാം, കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഗ്രോത്ത് ഹാക്കർ പറഞ്ഞ ഒരാളെ റിക്രൂട്ട് ചെയ്തിരുന്നു. അവരാണ് എൻ്റെ പൊസിഷൻ ടേക്ക് ഓവർ ചെയ്യുക. അവനും ഒരു ഓപ്പറേഷൻസ് മാനേജറിന്, ഇവർക്ക് 2 പേർക്ക് സ്പ്ലിറ്റ് ആക്കി കൊടുക്കും.
അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ എന്നെ തിരിച്ച് വിളിച്ചാൽ ഞാൻ ഉണ്ടാവും. ഞാൻ എല്ലാ പരിപാടിയും നിർത്തി ഇതിന് വരും. കാരണം ഇത് നടക്കൽ എൻ്റെയും കൂടി ആവശ്യമാണ്. കാരണം ദാറ്റ് ഈസ് മൈ ലെഗസി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഊരി കാരൻ ക്യൂറിന്. ആൻഡ് 2025 നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. 2025 ജനുവരി ഡിസംബറിലാണ് ഞാൻ ഫുൾ ടൈം ആയിട്ട് വരുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലായി കുറേ പേർക്ക് ഷോപ്പിഫൈ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം, പക്ഷേ പഠിക്കാനൊരു റിസോഴ്സ് ഇല്ല. അങ്ങനെ നമ്മൾ ഷോപ്പിഫൈൻ്റെ ഒരു കോഴ്സ് തുടങ്ങി. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഷോപ്പിഫൈയിൽ ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോഴ്സ് ചെയ്തപ്പോൾ നടന്നത് എല്ലാവരും കോഴ്സ് എടുത്തു, പക്ഷേ സ്റ്റോറുകൾ വളരെ കുറവാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം വരുന്ന എല്ലാവരെ കൊണ്ടും 10ാമത്തെ ദിവസം ഞങ്ങൾ സ്റ്റോറിൽ ഓർഡർ ചെയ്യാനുള്ള രീതിയിൽ ആക്കിയെടുക്കും. അത് നമ്മൾ അടുത്ത റവന്യൂ മോഡലാണ്. അങ്ങനെ ഷോപ്പിഫൈൻ്റെ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻവൈൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തു നമ്മളെ പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റുകളെ എല്ലാവർക്കും 1-on-1 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെൻറ്റേഴ്സ് മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി. ഈ ഗസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂർ നേരത്തേക്കോ ഹയർ ചെയ്യാം, സോ ദാറ്റ് ദേ വിൽ ടെൽ യു മോർ. അങ്ങനെ അപ്പോൾ നമുക്ക് സ്പോൺസേഴ്സായി, മെമ്പർഷിപ്പ് റവന്യൂ ആയി, മെൻറ്റേഴ്സ് റവന്യൂ ആയി, നമുക്ക് കോഴ്സിൻ്റെ റവന്യൂ ആയി. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാൻ പോയി. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവൻറ്റ്സിന് സ്പോൺസേഴ്സ് വന്നു, അതും ശരിക്കും ടേക്ക് ഓഫ് ചെയ്തു. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് കണക്റ്റിംഗ് മോർ. ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ഐ ആം സ്റ്റിൽ ബേണിംഗ് മണി. 2025 എനിക്കൊന്നൊരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു സാലറി എടുക്കാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ മുമ്പ് എനിക്ക് കിട്ടിയ 1/3 എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴും എനിക്ക് ജോലി ചെയ്തപ്പം കിട്ടുന്ന പകുതി സാലറി എപ്പോഴും എടുക്കുള്ളൂ. ബട്ട് ഐ ആം വെരി ഹാപ്പി ഡൂയിങ് ദിസ്. കാരണം അങ്ങനെ സാലറി എനിക്ക് കിട്ടുന്ന പൈസ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പകുതിയേ കിട്ടുള്ളൂ. പക്ഷേ ഞാൻ അവിടെ ചെയ്യുന്നതിനേക്കാളും 7 ഇരട്ടി കൂടുതൽ റവന്യൂ ഈ കമ്പനിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ ഈ കമ്പനി അടുത്ത ലെവലിലേക്ക് എത്തും. എനിവേസ്, ടു കട്ട് ദ സ്റ്റോറി ഷോർട്ട്, നമ്മളത് തുടങ്ങി. മീൻ വൈൽ നമ്മൾ പറഞ്ഞു ഓക്കെ, ഈ ഇവൻറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒന്നുകൂടി ഹരായി. ഇതെല്ലാം ഹരണ്ട്, നമുക്ക് എപ്പോഴും നമുക്ക് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ അതുവരെ ഒരു ഫ്ലാറ്റ് ആയിരുന്നു. എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെയായിരുന്നു നമ്മളെ സെറ്റപ്പുകളൊക്കെ. ഒരു റൂമിലൊരു ഫ്ലാറ്റ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വീടെടുക്കാം. എനിക്കത് വീടെടുക്കാമെന്നല്ല, എൻ്റെ തറവാട് ഫ്രീ ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് അത് ഇകോം ഹൗസ് എന്നുള്ള പേരിട്ടിട്ട് ലെറ്റ് എവ്രിബഡി കം ഹിയർ ആൻഡ് ഹാങ് ഔട്ട്, ചിൽ ആൻഡ് ബിൽഡ് ദെയർ ബിസിനസ്സസ്. അങ്ങനെ നമ്മൾ ഇകോം ഹൗസ് ഓണാക്കി. മീൻ വൈൽ വീണ്ടും കുറേ സംഭവങ്ങൾ സംഭവിച്ചു. കുറച്ച് ആൾക്കാർക്ക് ഡയറക്റ്റ്ലി വന്ന് ഈ ഗസ്റ്റുകളെ ഹയർ ചെയ്യാനോ അവരോട് സംസാരിക്കാൻ അതിനുള്ള സമയമില്ല. കാരണം ഓൾറെഡി വെരി വെൽ എസ്റ്റാബ്ലിഷ് ബിസിനസ്സാണ് കാരൻ ക്യൂർ പോലെ. കാരൻ ക്യൂർ ഞാൻ ചെയ്യുമ്പോൾ തന്നെ 250 million റിയാൽസ് ആനുവലി ചെയ്യുന്നൊരു ബിസിനസ്സായിരുന്നു. നോ ഐ തിങ്ക് ഇറ്റ് ഇസ് 300 or 200 million റിയാൽസ് ആയിരുന്നു ഒന്ന്. അപ്പോൾ അവർക്കൊന്നും ഇതിനുള്ള സമയമല്ല. അവർക്ക് കറക്റ്റ് ആളെ കണ്ടുപിടിക്കുക, അവരെ ഏൽപ്പിക്കുക, ആൻഡ് ദേ റൺ ദ ബിസിനസ്. അങ്ങനെ വീണ്ടും നമ്മളടുത്ത് കുറേ എൻക്വയറീസ് വന്നു. അങ്ങനെ ഞങ്ങളൊരു ആക്സിലറേറ്റർ എന്ന് അതിനെ വിളിക്കാൻ തുടങ്ങി. അതായത് നമ്മളൊരു ബിസിനസ്സിനെടുത്ത് നമ്മൾ ഓഫ്ലൈനിലുള്ളൊരു ബിസിനസ്സിനെ ഓൺലൈനാക്കി മാറ്റുന്നു. ആ ഓൺലൈൻ ഫ്രാഞ്ചൈസി നമ്മൾ എടുക്കുന്നു ആൻഡ് വി എക്സിക്യൂട്ട് ഇറ്റ് യൂസിങ് ദ നെറ്റ്വർക്ക് വി ഓൾറെഡി ഹാവ്. അത് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് എനിക്ക് കിട്ടിയ കാരൻ ക്യൂറിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ മുകളിൽ ഞാൻ ലിങ്ക്ഡിനിൽ കണ്ടന്റ് ചെയ്യുന്നു. ബാക്കിയൊക്കെ അതിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്നത്. ഇനി ഈ ഒരു 100th എപ്പിസോഡിൽ നമ്മളെ ഈ സ്റ്റോറി നമ്മൾ പറഞ്ഞു. ഇനി ഈ 100 എപ്പിസോഡ് വെച്ചപ്പോൾ ഞാൻ എന്തൊക്കെ പഠിച്ചു, ഇതിൻ്റെ അകത്ത് പഠിച്ച സിമ്പിളാണ്. അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. നമ്മൾ എന്തുകൊണ്ടാണ് മോളിൽ ഷോപ്പ് ഇടാൻ കാരണം, അത് അവിടെ കസ്റ്റമർ ഫുട്ഫോൾ ഉണ്ടാകുന്നില്ല, കസ്റ്റമേഴ്സ് അവിടെ വരുന്നതുകൊണ്ടല്ലേ. സെയിം തിങ്, കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് എവിടെയാണ് ഫസ്റ്റ് ഇടേണ്ടത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിടണം. മോളിൽ ഷോപ്പ് ഇടുന്ന പോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒരു ഷോപ്പ് ഇടണം. ഇതാണ് ബേസിക്കലി അതിനുള്ള തിയറി. സോ സമ്മിങ് ഇറ്റ് അപ്പ് അഗെയിൻ, ആദ്യം നമ്മൾ ചെയ്യാൻ നല്ലൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പ്രൊഡക്റ്റാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. യു വിൽ ബി ജസ്റ്റ് കോമ്പീറ്റിംഗ് ഓൺ പ്രൈസ്. സോ ഓൾവേസ് ബി ഡിഫറെൻറ്റ്. രണ്ടാമത്തത്,
അതിൻ്റെ മുകളിൽ കണ്ടൻറ്റ് ചെയ്യുക, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, നിങ്ങളുടെ ജേണി ഡോക്യുമെൻ്റ് ചെയ്യുക, വാട്ട് എവർ ബീറ്റ്. പല രീതികളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, ഇതൊക്കെ മൾട്ടിപ്പിൾ വേസാണ് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ. 3, എന്തുകൊണ്ട് ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഘോരം വാദിക്കുന്നു? കാരണം നിങ്ങളടുത്തത് കസ്റ്റം ബിൽഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു ഡെവലപ്പർ ഇൻഹൗസ് വെച്ചിട്ടോ കാലങ്ങളെടുക്കും നിങ്ങളെ വെബ്സൈറ്റ് ലൈവ് ആവാൻ. ഇനി ലൈവ് ആയാലോ ആ വെബ്സൈറ്റ് ഉടനെ തന്നെ ചിലപ്പോൾ ഡൗൺ ആവാനും സാധ്യതയുണ്ട്, നിങ്ങളെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ. നമ്മൾ ആക്ച്വലി മോളുടെ ഉള്ളിൽ ഷോപ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മോളുടെ ഉള്ളിൽ ഷോപ്പ് എടുക്കുന്നത്? കാരണം മോളിൽ ഓൾറെഡി ഫുട്ഫോൾ ഉണ്ട്. നേരെ മറിച്ച് ഞാനൊരു മോൾ ഉണ്ടാക്കാൻ പോകാമെന്ന് ആരെങ്കിലും പറയുമോ? ഇതേപോലെയാണ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷോപ്പിഫൈൻ്റെ മുകളിൽ 50 ലക്ഷത്തിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഓടുന്നുണ്ട്. ഇത്രയും വെബ്സൈറ്റുകൾ ഓടുന്നുണ്ടെങ്കിൽ അത്രയും പ്രൂവൺ ടെക്നോളജിയാണ് ഷോപ്പിഫൈ, ചെറിയ പൈസക്ക്. സോ ഓൾവേസ് ഗോ ഫോർ ഷോപ്പിഫൈ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എല്ലാ ബിസിനസ്സുകളും ചെയ്യുന്നത്. നേരെ പോയിട്ട് ഒരു കസ്റ്റം വെബ്സൈറ്റ് ഉണ്ടാക്കും. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ഗോ ഫോർ ഷോപ്പിഫൈ ഫസ്റ്റ്. നിങ്ങൾക്ക് സെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ റിവേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തോ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തോന്നും. അപ്പം ഡു ഇറ്റ്. തുടങ്ങുമ്പോൾ യു ഓൾവേസ് ഗോ വിത്ത് ദ ബെസ്റ്റ് ടെക് ദാറ്റ് ഈസ് എവർ അവൈലബിൾ. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ഫണൽസ് എന്താണ്, ഓരോ ഫണൽസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇ കൊമേഴ്സിൽ നോക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഈ 99 എപ്പിസോഡ് ചെയ്തത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ഇതോടുകൂടി ഞങ്ങൾ ഒരു കാര്യം കൂടി തീരുമാനിച്ചു, ഞങ്ങൾ ഇനി അടുത്ത ലെവലിലേക്ക് ഇത് എങ്ങനെ എടുക്കുമെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. സോ ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ ശനിയാഴ്ചയും 5 മണിക്ക് നമ്മളെ പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഇനി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും 5 മണിക്ക് പുതിയൊരു സീരീസ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ അകത്ത് എക്സാക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുന്നുണ്ട്. D2C സീരീസ് എന്നാണ് പറയുക. അത് ഇനി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പോഡ്കാസ്റ്റിനെ പ്രേമിച്ച പോലെ തന്നെ ഇതും ഇഷ്ടപ്പെടും നിങ്ങൾ വിചാരിക്കുന്നു. ഈ കഥയിൽ ഞങ്ങൾ തൊടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെയും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, താങ്കൾ ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കാം തുടങ്ങുക? അതിന് ഇപ്പം എൻ്റെ അടുത്തൊരു ആൻസർ ഇല്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ്, അതായത് പെയിൻ ഇൻ ദ ആസ് എന്ന് പറയും, അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും എൻ്റെ പ്രൊഡക്റ്റ് എന്ന് എനിക്കിപ്പോൾ അറിയാം. പക്ഷെ അത് എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും, ഏത് ഡൊമൈനിലായിരിക്കും എന്ന് ക്ലാരിറ്റി ഇല്ല. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഒരു ബ്രാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അറ്റ് ദ മൊമെൻറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം ആസ് വെൽ ആസ് ഐ ഡോണ്ട് ഹാവ് ദ പ്രൊഡക്റ്റ് വിത്ത് മീ. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും. അത് കിട്ടുമ്പം ഞാൻ നിങ്ങളെ ഈ ഒരു മീഡിയത്തിലൂടെ തന്നെ അറിയിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരള എക്കോസിസ്റ്റത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇ കൊമേഴ്സ് കണ്ടന്റിൽ എന്താണ് ലാക്ക് ചെയ്യുന്നത്? കേരള എക്കോസിസ്റ്റത്തിൽ കൂടി ലാക്ക് ചെയ്യുന്ന മൈൻഡ് സെറ്റാണ്. അതായത് ഇത് ചെയ്യാനുള്ള ആൾക്കാർ, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാർ. അത് തന്നെയാണല്ലോ നമ്മൾ ഇ കോം ഷോ വെച്ചും, ഇ കോം ഷോൻ്റെ അണ്ടറിലെ എല്ലാ ഇ കോം ഷോ അക്കാഡമി ആണെങ്കിലും, ഇ കോം ഷോ ആക്സിലറേറ്റർ ആണെങ്കിലും, നമ്മളെ 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ആണെങ്കിലും, നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വൈകാതെ തന്നെ അല്ല, ഓൾറെഡി കേരള എക്കോസിസ്റ്റം ഈസ് അറ്റ് നെക്സ്റ്റ് ലെവൽ ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ഗോയിങ് ടു ബി ബിഗർ ആൻഡ് ബിഗർ. അതുകൊണ്ട് തന്നെ ലെഗസി പ്ലെയേഴ്സിനെയും പുതിയ കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഫൗണ്ടേഷൻ ലേ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. AI പ്ലസ് ഫ്യൂച്ചർ. AI വരുമ്പോൾ എന്ത് സംഭവിക്കും ഞങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു 2-3 ആഴ്ചകളായിട്ട് ഓപ്പൺ ക്ലോ അല്ലെങ്കിൽ മോൾട്ട് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ AI ടൂൾ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പല സാധനങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാം. നമ്മൾ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു AI ഏജൻറ്റിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങളിതുവരെ ഡിപ്ലോയ് ചെയ്തിട്ടില്ല. പക്ഷേ AI ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. അത് വിചാരിച്ചിട്ട് നമ്മൾ AI വരും എൻ്റെ ജോലി എടുക്കും, അതല്ല നോക്കേണ്ടത്. AI വെച്ചിട്ട് എനിക്ക് എൻ്റെ ജോലി എങ്ങനെ ഈസി ആക്കാം. പിന്നെ ഇന്നലെ കൂടി ഞാൻ ആക്ച്വലി എൻ്റെ CTO അല്ലെങ്കിൽ കോ ഫൗണ്ടർ സുഹൈലിനോട് സംസാരിച്ചപ്പോൾ സുഹൈലിനോട് ചോദിച്ചു, AI എങ്ങനെയാണ് നിൻ്റെ വർക്ക് മാറ്റിയത്? അപ്പോൾ അവൻ പറഞ്ഞത് എന്താ അറിയോ, ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന പണി അവനിപ്പം വെറും 2 മണിക്കൂറിനാണ് ചെയ്യുന്നത്. നോട്ട് ദ പോയിൻറ്റ്. 2 മണിക്കൂർ, 48 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ഒരു സാധനം അവൻ വെറും 2 മണിക്കൂർ, അതായത് 97
6% പണി അവൻ്റെത് കുറഞ്ഞു ജസ്റ്റ് വിത്ത് എൻ AI ഏജൻറ്റ്. അതുകൊണ്ട് ഇനി നിങ്ങൾ കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന് പകരം ഹൗ ക്യാൻ യു ഡൂ ദിസ് വിത്ത് എൻ AI ഏജൻറ്റ് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. പണ്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്നവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇനിയും വരാൻ പോണത്. AI യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു ടീമും AI യൂസ് ചെയ്യാൻ അറിയാത്തൊരു ടീമും. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, AI യൂസ് ചെയ്യേണ്ട ടീമാണോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ അറിയാത്ത ടീമാണോ. ഐ ഹോപ്പ് യു നോ ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ എനർജി ലെവൽസ് എങ്ങനെയാണ് ഹൈ ആക്കി വെക്കുന്നത്? എല്ലാവരെയും പോലെ എൻ്റെ എനർജിയും പലപ്പോഴും പോവാറുണ്ട്. നോർമലി എൻ്റെ എനർജി ലെവൽസ് ഞാൻ ഹൈ ആക്കി വെക്കുന്നത്, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഐ ഗോ ടു ദ ജിം. ഈ ജിമ്മിൽ പോവുക, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോട്ട് ടു ലുക്ക് ഗുഡ്, അത് നമ്മളെ മെൻ്റലി ഭയങ്കര പവർഫുള്ളാക്കും. സോ ഡു ട്രൈ ദാറ്റ് ഹാക്ക് ഔട്ട്. ഇനി അഥവാ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലേ, ഒന്ന് ഓടുകയോ അല്ലെങ്കിൽ ഒന്ന് നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു വിൽ ബി മെൻ്റലി വെരി ആക്റ്റീവ്. പ്ലസ് ഞാൻ കുറേ ആൾക്കാരെ കാണുമ്പോഴും കുറേ ആൾക്കാർക്ക് കൂടുതൽ നോളജ് ഇമ്പാർട്ട് ചെയ്യുമ്പോഴും ദാറ്റ് ആൾസോ ഗീവ്സ് മീ എനർജി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവറിത്തിങ് ദാറ്റ് ഐ ഡു ഈസ് വിത്ത് എ ലോട്ട് ഓഫ് എനർജി, ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ എനിക്ക് കൂടുതൽ എനർജി വരും. ബട്ട് ദർ ആർ ഡേയ്സ് വിച്ച് ഐ ഫീൽ ഡൗൺ. അറ്റ് ദാറ്റ് ടൈം ഐ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. 2030 ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും ഫ്യൂച്ചർ ഓഫ് കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം? ഇതൊക്കെ അറിയെങ്കിൽ ഞാൻ ദൈവമാവും. ഇതെനിക്കറിയില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താ, എല്ലാവരെയും പഠിപ്പിക്കുക, പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, മാക്സിമം അവയർനെസ് ബിൽഡ് ചെയ്യുക. ആ അവയർനെസ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെത്താനെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കിട്ടും. പക്ഷേ ആ അവയർനെസ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് മാറാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹിറ്റായ എപ്പിസോഡ് തന്നെ ഗൂഗിൾ മാപ്സ് എങ്ങനെ യൂസ് ചെയ്യാം. 5 പൈസയുടെ ചിലവില്ല. ആ ഗൂഗിൾ മാപ്സ് വെച്ചിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കിയ ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് വന്നോളൂ. ഒരു കൊല്ലം മുമ്പ്, എനിക്കൊന്ന് ഒരു കൊല്ലമല്ല 1.5 കൊല്ലം കഴിഞ്ഞു. 1.5 കൊല്ലം മുമ്പ് ലോഞ്ച് ചെയ്ത ആ വീഡിയോ വെച്ചിട്ട് ഗൂഗിൾ മാപ്സ് ചെയ്ത് കച്ചവടം കൂട്ടിയ ആൾക്കാരെ ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് ടു ഡേറ്റ് വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ആൾക്കാരെ അറിയിച്ചാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാത്തോടത്തോളം കാലം ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ 2030 നമുക്കറിയില്ല, പക്ഷേ നമ്മളെപ്പോഴും പുതിയ സാധനങ്ങൾ പഠിച്ചുകൊണ്ടേക്കായി. ലേണിംഗ് നെവർ സ്റ്റോപ്സ്. അത് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഫെയിലായി തുടങ്ങുക. കാരണം എന്താ, നമുക്ക് പുതിയ സാധനങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതേപോലെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യാതിരിക്കുക? അറിഞ്ഞോ അറിയാതെയോ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം റൈറ്റായിട്ടാണ് ചെയ്തതെന്നുള്ളതാണ്. സോ ഇനി കമ്മ്യൂണിറ്റി ഇനിയൊരെണ്ണം ബിൽഡ് ചെയ്യേണ്ടി വന്നാൽ ഐ വിൽ ബിൽഡ് ഇറ്റ് ദ സെയിം വേ. ഞാനൊരു പ്രോബ്ലം ഫോക്കസ് ചെയ്യും. ആ പ്രോബ്ലത്തിനുള്ള കണ്ടൻറ് ഉണ്ടാക്കും. ആ കണ്ടൻറ്റിൽ നിന്ന് ആൾക്കാരെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോകും. ദിസ് ഈസ് ദ എക്സാക്ട് ഫ്രെയിം വർക്ക് ദാറ്റ് ഐ വിൽ യൂസ്. ഇതേ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പല ആൾക്കാരെയും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അത് മിൻഹാജ് മുഹമ്മദ്, മിൻ ദ ഫുഡി എന്ന് അറിയപ്പെടുന്ന ഒരു ഫുഡ് വ്ളോഗർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് കഫേ ബ്രാൻഡിങ് എക്സ്പേർട്ട് എന്നൊക്കെ പറയാം. അവനും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. സോ ദിസ് ഫ്രെയിം വർക്ക് വർക്ക്സ്. ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിൻ്റെ മുകളിൽ കണ്ടൻറ്റ് ചെയ്യുക, ആ കണ്ടൻറ്റിൽ നിന്നും ഇൻസ്പയറായി പല ആൾക്കാരും നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. പിന്നെ വന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് മലയാളികൾ ബിസിനസ് ചെയ്യാൻ മടിക്കുന്നു? എല്ലാവരും ഗൾഫിൽ പോവുകയാണ്, അല്ലെങ്കിൽ US പോവുകയാണ്, യൂറോപ്പിൽ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ആൾക്കാർ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത് ഭയങ്കര ടഫാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ എടുത്തോ. എൻ്റെ കാര്യം എടുത്ത് ഇപ്പോൾ ഞാൻ ഒരു 2 വർഷം ആവുന്നു ഇ-കോം ഷോയിലേക്ക് ഫുൾ ടൈം വന്നിട്ട്. അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പകുതി പോലും എനിക്കിപ്പോൾ ഉണ്ടായി. കമ്പനിക്ക് കച്ചവടമുണ്ട്, കാശുണ്ട്, ശരിയാണ്, എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഐ ആം സ്റ്റിൽ അറ്റ് എ ലോസ്. പക്ഷേ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ശരിയാവും, കൂടുതൽ കാശുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് നമ്മളെ തന്നെ കത്തിക്കാൻ തയ്യാറാവണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബിസിനസ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഇറ്റ്സ് എ ടഫ് ജോബ്. അതിന് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ എഫക്റ്റ് ചെയ്യും. ഭയങ്കര ഇമോഷണൽ റെഗുലേഷൻ വേണം.
ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രോബ്ലി ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് എവ്രി വൺ ഈസ് നോട്ട് എ ബിസിനസ് മാൻ. പിന്നെ എല്ലാവരും ബിസിനസ്സുകാരായി കഴിഞ്ഞാൽ പണിയെടുക്കാനും വേണ്ടേ? ഓക്കെ, ഇതോടുകൂടി നമ്മളെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ സാറ്റർഡേ 5 മണിക്ക് പോഡ്കാസ്റ്റും ട്യൂസ്ഡേ 5 മണിക്ക് നമ്മളെ D2C സീരീസും അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സീരീസും ഇ-കൊമേഴ്സ് ഫ്രെയിംവർക്കിൻ്റെ സീരീസും. സോ സീ യു ദർ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.